സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇവിടെ വെച്ചാണ് നിർത്തിയത്. അപ്പോൾ നിങ്ങൾക്ക് സൗണ്ടിൻ്റെ വ്യത്യാസം തോന്നും, വേറെ ഒന്നല്ല, പനി പിടിച്ചിട്ടുണ്ട്, തൊണ്ടക്കൊക്കെ എന്തോ ഒരു സുഖക്കേടുണ്ട്. അപ്പോൾ നമ്മളെ കുഞ്ഞനിപ്പോഴും നല്ല രീതിയിൽ തന്നെ നല്ല പറക്കുന്നുണ്ട്. ഇപ്പോൾ ഡ്രൈവർ പ്രാവിൻ്റെ ഒപ്പം തന്നെ നല്ല സെറ്റ് അടിച്ചിട്ട് തന്നെ പറക്കുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലാണ് കുഞ്ഞൻ പറക്കുന്നത്. നമ്മൾ എന്തായാലും താഴെ വെട്ടുപ്രാവിനെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇവർ രണ്ടാളും കണ്ടാൽ ഇറങ്ങി തരുമായിരിക്കും. അപ്പോൾ പേടിയില്ല, എന്താ വെച്ചാൽ ഡ്രൈവർ പ്രാവ് കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ഡ്രൈവർ പ്രാവിൻ്റെ ഒപ്പം ഇറങ്ങി വരണമെന്നാണ് വിശ്വാസം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെയല്ല പറക്കുന്നത്, അപ്പോൾ എന്തായാലും അതിൻ്റെ ഒപ്പം തന്നെ ഇറങ്ങായിരിക്കും. അപ്പോൾ ഗൈസ്, കുറേ നേരമായി നമ്മളെ പ്രാവ് പറക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, ഇതുവരെ ഇറങ്ങി തന്നില്ല. അപ്പോൾ ഫസ്റ്റത്തെ പറയുവാണെന്ന് പറയാൻ പറ്റൂല, അത്രയും നല്ലോണം കുഞ്ഞൻ ടൈം കയറി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ കിട്ടുമെന്നാണ് ഉള്ളത്. നമ്മളെന്തായാലും വെട്ടുപ്രാവിനൊക്കെ ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്, ഇവരെ കണ്ടാൽ ഇറങ്ങി വരികയായിരിക്കും. അപ്പോൾ നമ്മൾ സ്റ്റാൻഡുമേലേക്കൊക്കെ ഇപ്പോൾ പ്രാവ് പറന്ന് എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. അപ്പോൾ സ്റ്റാൻഡുമേൽ ആദ്യം പോകലില്ലായിരുന്നു, അപ്പോൾ റെഡിയായി വരുന്നുണ്ട്. എന്തായാലും നമ്മൾ ആ ഡ്രൈവർ പ്രാവ് ഇല്ലേ, അപ്പോൾ ഡ്രൈവർ പ്രാവിൻ്റെ കുഞ്ഞാണ് ഇപ്പോൾ മുകളിലൊരു കുറുകുന്നത്, ഒരു വെള്ള. അപ്പോൾ അതിനൊന്ന് ചുറ്റിക്കണോ, അത് ഇതുവരെ ചുറ്റിച്ചില്ല. കുഞ്ഞനെന്ന് പറയാൻ പറ്റൂല, ഏകദേശം ഒരു 8 കള്ളിയായിട്ടുണ്ട് പ്രാവിന്, ഇതുവരെ പറത്തിച്ചില്ല. അപ്പോൾ നമ്മൾ റീസൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എർലാടിയൻ്റെ സമയം ഉണ്ടായിരുന്നു, അതുകൊണ്ട് പറത്തിച്ചില്ല. ഈ എർലാടി എന്ന് പറയുന്നത് കത്തിമേൻ അങ്ങനത്തെ ഒക്കെ വരും, ഫാൾക്കൻ അങ്ങനത്തെ പേരൊക്കെയാണ്, പല നാട്ടിൽ പല പേരാണ്. അപ്പോൾ അതിനെ ഒന്ന് പറത്തി എടുക്കാമെന്നുണ്ട്. അപ്പോൾ മാക്സിമം വീഡിയോ എടുക്കാൻ നോക്കാം. അപ്പോൾ ഇതാ നമ്മളെ പ്രാവുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിച്ച് പറക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അടിച്ച് പറക്കുമ്പോൾ ഏതെങ്കിലും തെങ്ങോ കയറി ഇരുന്നാൽ അത് വേറെ പണി കിട്ടും. അപ്പോൾ നമ്മളെ കുഞ്ഞാൻ അവിടെ പോയി ഇരിക്കും. അതുകൊണ്ട് മാക്സിമം നമ്മൾ ഈ അവായ്ക്കോട്ടിൻ്റെ മുകളിൽ തന്നെ എല്ലാ പ്രാവിനെയും വെക്കുക, നമ്മൾ പേടിപ്പിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഏതെങ്കിലും തെങ്ങുമ്പലേക്ക് പറന്നുണ്ടെങ്കിൽ നമ്മളെ കുഞ്ഞാൻ ഇറങ്ങി വരുമ്പോൾ ആ പ്രാവിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഓലമല്ലിരിക്കും. എന്തായാലും ഇതാ അടിപൊളിയായിട്ട് സെറ്റ് പിടിച്ചിട്ട് തന്നെ നമ്മളെ പ്രാവുകൾ പറക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം താഴ്ന്നു വരാനുള്ള ഈലാണ് നിൽക്കുന്നത്. നമ്മളെ വെട്ടുപ്രാവിനൊക്കെ കണ്ടുകൊണ്ട് ഏകദേശം ചിറകൊക്കെ വിടർത്തി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് നേരം കൂടി ഒരു പറക്കട്ടെ, എന്തായാലും ഇറങ്ങി വരുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഗൈസ്, നമ്മളെ ഡ്രൈവർ പ്രാവും കുഞ്ഞനും അത്യാവശ്യം നല്ലോണം താഴ്ന്നു വന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇറങ്ങുന്നതാണ്, അപ്പോൾ അത്രയും നല്ലോണം താഴ്ന്നു വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇറങ്ങുമ്പോൾ കാണാം. അപ്പോൾ ഗൈസ്, പണിപാളി, നമ്മളെല്ലാ പ്രാവുകളും പറന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടെറസിൻ്റെ അവിടെയുള്ള ഒരു വടി എടുത്തതാണ്. അപ്പോൾ എല്ലാം അത് കണ്ടിട്ട് പേടിച്ചിട്ട് എല്ലാം പറന്ന് ആ വൈക്കോട്ടുമ്മൽ ഇപ്പോൾ 2 പ്രാവേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ പറക്കുന്നത് വെച്ചാൽ ചിറക് വെട്ടിയിട്ട പ്രാവാണ്. അപ്പോൾ ചിറക് വെട്ടിയിട്ട പ്രാവ് എങ്ങനെ പറക്കുന്നതെന്ന് ഞാൻ നോക്കിക്കുന്നത്. അപ്പോൾ അതൊക്കെ നല്ല ചിറക് വെട്ടിയതാണ്, എന്നിട്ടും അത് ഇങ്ങനെ പറക്കുന്നുണ്ട്. അത് നമ്മളെ വെട്ടുപ്രാവായിട്ട് യൂസ് ചെയ്യുന്ന പ്രാവാണ്, അതിപ്പോൾ അടിച്ച് പറക്കുന്നത്. അപ്പോൾ അതാ ആ തെങ്ങുമ്മ പോയി ഇരുന്നുണ്ട്. അത് ഇനിയിപ്പോൾ അത് വരുമോ എന്നാണ്, അതിന് ചിറകില്ല, അതാണ് അതെങ്ങനെയോ വെച്ചിട്ട് പറഞ്ഞതാണ് ആ ചിറക് വെച്ച്. അപ്പോൾ നമ്മളെ 2 പ്രാവ് ഇതാ ഇവിടെ ഉണ്ട്, അവയക്കൂടിൻ്റെ മോള്. ഇത് 2 കുഞ്ഞന്മാരാണ്. അപ്പോൾ അത് ഭാഗ്യം ഇത് പോകാത്തത്. പക്ഷേ വേറെ ഒരു കുഞ്ഞുണ്ട്, അത് അടിച്ച് പറന്നുണ്ട്, അത് മോളോട്ട് അടിച്ച് പറന്നുണ്ട്. അപ്പോൾ അതെന്താ ചെയ്യാനൊന്നും പിടികിട്ടുന്നില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിപ്പോൾ വെട്ടുപ്രാവായിട്ട് വേറെ പ്രാവും ഇല്ല. അപ്പോൾ ആകെ ഇപ്പോൾ 2 കുഞ്ഞനുണ്ട് ആ വായ്ക്കൂട്ടിൻ്റെ മുകളിൽ, ബാക്കി എല്ലാ എണ്ണവും തെങ്ങുകളിലേക്ക് പറന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ ഇറക്കാനും വേറെ പ്രാവില്ല. ഇതിപ്പോൾ ഈ കുഞ്ഞന്മാരെ നമ്മൾ ഇനിയിപ്പോൾ പേടിപ്പിക്കുമ്പോൾ വീണ്ടും പറക്കും. അതുകൊണ്ട് ഇനി ആ ഏരിയയിലേക്ക് പോകുന്നില്ല, കുഞ്ഞന്മാരുടെ അടുത്തേക്ക്. ഇനി പ്രാവ് വരികയാണെങ്കിൽ വരട്ടെ. അപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞ് ഞാൻ വരാം. അപ്പോൾ ഗൈസ്, നമ്മളെ മുകളിൽ പറക്കുന്ന പ്രാവില്ലേ, അതിൻ്റെ കൂട്ടത്തിലൊന്നുമില്ല നമ്മളിപ്പോൾ അടിച്ച് പറഞ്ഞ കുഞ്ഞനെ. അപ്പോൾ കുഞ്ഞൻ എങ്ങോട്ടോ മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഫസ്റ്റ് ടൈം വിട്ട ആ പ്രാവുകളാണ് ഇപ്പോൾ കളത്തിൽ നിന്ന് പറക്കുന്നത്. അപ്പോൾ വേറെ ഒരു കള്ളി പൊട്ടിയിട്ടേ ഉള്ളായിരുന്നു. അപ്പോൾ ആ കുഞ്ഞനാണ് ഇപ്പോൾ പോയത്. ഇനിയിപ്പോൾ അത് വരുമോന്നൊന്നും അറിയില്ല, മെമ്മറി ഇല്ലാത്തതാണ്. ഇപ്പോൾ ഫുള്ള് ഇപ്പോൾ ഊമ്പിന്നുള്ള അവസ്ഥയിലാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ ഇനിയിപ്പോൾ വെട്ടുപ്രാവില്ലല്ലോ വേറെ വിട്ടിടാൻ, ഇപ്പോൾ പ്രാവ് ഇറങ്ങാൻ പറങ്ങും. എന്തായാലും ഈ കുഞ്ഞന്മാരെന്തായാലും നമ്മൾ പേടിപ്പിക്കുന്നില്ല. ഈ 2 കുഞ്ഞന്മാർ സ്റ്റാൻഡിൽ നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ ഇതും അടിച്ച് പറക്കും,
എന്താ വെച്ചാൽ കുഞ്ഞനല്ലേ, മുകളിൽ ഇങ്ങനെ പറക്കുന്ന കണ്ടാൽ ചിലപ്പോൾ അടിച്ച് പറക്കും. കുറേ അതാ രണ്ട് പ്രാവ് ആ തെങ്ങ് വരെ ഉണ്ട്, അതാ അവിടെ ഉണ്ട്. അതും ചിറക് വെട്ടിയിട്ട പ്രാവ്, എന്നിട്ടും അടിച്ച് പറന്ന് വല്ലാത്ത അവസ്ഥയാണല്ലേ. അതേപോലെ അവിടെ ഏതാ ഒരു ചിറക് വെട്ടിയിട്ട പ്രാവ്, ഉള്ളിപ്പോൾ മുമ്പിയ അവസ്ഥയാണ്. എന്തായാലും ഇനിയിപ്പോൾ ഏതേ പ്രാവ് വന്നാൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ ഏതോ ഒരു പ്രാവ് അടിച്ച് പറന്ന്, അപ്പോൾ വയസ്സ് ഇതാ 2 കുഞ്ഞന്മാരെ അടിച്ച് പറന്നുണ്ട് വൈക്കുടുമലുള്ള. അതും പോയി. അങ്ങനെ എല്ലാ പ്രാവും ഇപ്പോൾ പോയി. ഇപ്പോൾ ഫുള്ള് വട്ടത്തിൽ ഊമ്പി. ഇനിയിപ്പോൾ ആ കുഞ്ഞിനെ ഇറങ്ങുമെന്നാണ്. ഇപ്പോൾ എല്ലെണ്ണം പറന്ന് എല്ലെണ്ണം പോയി, വല്ലാത്ത അവസ്ഥ. ഇതാ ഒരു പ്രാവ് ഇതാ അതും അവിടെ നിന്ന് പറന്ന്. അപ്പോൾ ഏതോ ഒരു പ്രാവ് അവിടെ ഇരുന്നുണ്ട്. സാധാരണ അവിടെ ഇരിക്കാത്തതാണ്, എന്തോ കുഞ്ഞനല്ലേ, അതുകൊണ്ട് എവിടെയെങ്കിലും ചവിട്ട് കിട്ടിയിട്ടുണ്ടോ. അപ്പോൾ ഇതാ ഒരു പ്രാവ്, അതാ ഒരു കുഞ്ഞനത് അങ്ങനെ പറന്നു കൊടുക്കുന്ന. എന്തായാലും എല്ലാവരും ചുറ്റിപ്പ് കഴിഞ്ഞിട്ടുണ്ട്, എല്ലാ കുഞ്ഞന്മാരെ ചുറ്റിപ്പ് കഴിഞ്ഞ്. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊരു ചുറ്റിപ്പിൻ്റെ വീഡിയോ ഞാൻ ഇടൂല. എല്ലാം ഒന്നായിട്ട് പറന്ന്. ഇനിയിപ്പോൾ എല്ലാത്തിനും ഓരോരാത്ത് വിടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എന്തായാലും വന്ന പ്രാവിൻ്റെ എന്തായാലും ചിറക് കുറച്ചും കൂടി വെട്ടിയിടും. അപ്പോൾ ഇനി പറക്കാൻ പാടില്ല, ഇത് വല്ലാത്ത അവസ്ഥയായിപ്പോൾ. ഈ വെട്ടിയിട്ട പ്രാവും പറന്നതെന്ന് വെച്ചാൽ വല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഏതേ പ്രാവ് വന്നാലും വന്നില്ലെങ്കിലൊക്കെ ഞാൻ പറയുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ടൈം പറത്തിച്ച പ്രാവില്ലേ, അതിപ്പോഴും നല്ല സെറ്റ് പിടിച്ചിട്ട് തന്നെയാണ് പറക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വേറെ ഒരു പ്രാവിനെയും കാണുന്നില്ല. അപ്പോൾ നമ്മളെ വേറെ ഒരു കുഞ്ഞതാ അങ്ങോട്ടൊക്കെ പോയതാണ്, അപ്പോൾ അതിനെയും കാണുന്നില്ല. എല്ലാം ഇപ്പോൾ പോയി എന്നാണ്. ഇപ്പോൾ പ്രാവ് ഇനിയിപ്പോൾ വരുമെന്നാണുള്ള ഡൗട്ട്. ഒന്നാമത് കുഞ്ഞന്മാരാണ് അധികം ഉള്ളത്. പിന്നെ വെട്ടിയിട്ട പ്രാവിന് ചിറക് ഇല്ലാതെ വെച്ച് മടിച്ചിട്ട് ചിലപ്പോൾ അവിടെ തന്നെ ഇരുന്നാളും. എന്തായാലും നമ്മളിപ്പോൾ ഇവിടെ ആകെ ഇപ്പോൾ 2 പ്രാവേ ഉള്ളൂ. അത് 2 പ്രാവിൽ ഒരു പ്രാവ് സുഖമില്ലാത്തതാ, അത് പിന്നെ പറക്കൂലാന്ന് വിചാരിക്കുന്നത്, അതാ നിലത്തുള്ളത്. പിന്നെ അതാ അപ്പോൾ ഒന്ന് നേരത്തെ ഇറങ്ങി തന്നില്ലേ, അപ്പോൾ ആ കുഞ്ഞനുമാണിത്. അപ്പോൾ ഇത് ഇനിയും അടിച്ച് പറക്കുമെന്നാണ് ഇത്. എന്തായാലും ഇനി ആ 2 വെട്ടുപ്രാവ് ഇറങ്ങിയാൽ മാത്രമേ ഇനിയിപ്പോൾ എന്താ അവസ്ഥ പറയാൻ പറ്റുമോ. ഇതാ ആ 2 വെട്ടുപ്രാവിന് ചിറക്, ഒന്നിനും ചിറക് വന്നിട്ടുണ്ട് തോന്നുന്നു. എന്തായാലും കിട്ടിയാലില്ലേ എല്ലാത്തിൻ്റെ വെട്ടിയിടും. അപ്പോൾ അതാ പറഞ്ഞ് ഭാഗ്യത്തേയും പോയില്ല, സ്റ്റാൻഡപ്പിലേക്കായിരുന്നേ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇരുടായി വരികയാണ്. ഇനിയിപ്പോൾ കുഞ്ഞന്മാർ വരുമെന്നൊന്ന് പറയാൻ പ്രയാസമാണ്. എന്താ വെച്ചാൽ മെമ്മറി ഇല്ലാത്ത കുഞ്ഞന്മാരാണ്, അത് ചെതറിപ്പോയതാണ്. ഏത് ഭാഗത്തേക്കാണ് പോയതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇരുടായാലോ അല്ലെങ്കിൽ നാളെ രാവിലെ എത്തിയാലോ എന്താ പറഞ്ഞുതരാം. അപ്പോൾ അതും പറഞ്ഞ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു പ്രാവും ഇല്ല, അതും പറഞ്ഞ് അങ്ങനെ ചുറ്റി കളിക്കുന്നുണ്ട്. അതാണ് ഏതെങ്കിലും ഒറ്റ പ്രാവ് കുഞ്ഞന് അടിയിലുണ്ടെങ്കിൽ ഏതെങ്കിലും 2 പ്രാവ് പറക്കുന്ന കണ്ടാൽ അതിൻ്റെ കൂടെ പോകും. അപ്പോൾ ഭാഗ്യത്തിന് നമ്മൾ ആദ്യം വിട്ട പ്രാവ് താന്നിട്ടാണ് പറക്കുന്നത്. ഓലപ്പനം സെറ്റ് പിടിച്ച് അപ്പോൾ ഓലപ്പനം കുറച്ച് നേരം പറന്നോട്ടെ. അപ്പോൾ അത് തന്നെ കഴിച്ചില്ലായി. എന്തായാലും 3 പേര് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള പ്രാവുകളെ നോക്കിയാൽ മതി. ഇനി ഇത് ഇറങ്ങുമെന്നാണ് ഡൗട്ട്. എന്തായാലും നമ്മളെ ഡ്രൈവർ പ്രാവില്ലേ, അപ്പോൾ പേടിക്കണ്ടായിരിക്കുന്നു. പിന്നെ എവിടെയെങ്കിലും കിതച്ചിട്ട് എവിടെയെങ്കിലും ഓലമേരി ഇരുന്ന് എന്തായാലും നോക്കട്ടെ. എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ 3 പേര് വറക്കുന്നുണ്ട്. ഞാൻ ഇനിയിപ്പോൾ ഏതേ പ്രാവ് വരുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളെ ഡ്രൈവർ പ്രാവ് അതാ ഹൈറ്റ് കയറ്റി കൊണ്ടുപോകുന്ന കുഞ്ഞന്മാരെ. അപ്പോൾ ഒന്നാമത് ഇപ്പോൾ ഇരുടായി വരികയാണ്. അപ്പോൾ രാത്രി ആയാലും ഇനിയിപ്പോൾ കുഞ്ഞന്മാർ ഇറങ്ങാൻ പ്രയാസമായിരിക്കും. എന്തായാലും 3 പേര് സെറ്റ് അടിച്ച് തന്നെ പോകുന്നുണ്ട്. ഇടക്കിടക്കൊക്കെ ഡ്രൈവർ പ്രാവ് മാറിപ്പോകുന്നുണ്ട്, അതാണ് പേടി. അപ്പോൾ ഇടക്കിടക്ക് ഇങ്ങനെ മാറിപ്പോകുമ്പോൾ കുഞ്ഞന്മാർ എവിടെയും പോയിട്ട് ഒറ്റക്ക് പറക്കും. ഒന്നാമത് ഇരുടായതുകൊണ്ട് ഈ ഏരിയയിലൊക്കെ വരില്ല. ഞാൻ മെമ്മറി വെച്ചിട്ട് പിന്നെ രാവിലെ വന്നു. എന്തായാലും കുഴപ്പമില്ല, ഇപ്പോൾ 3 പേര് സെറ്റ് പിടിക്കുന്നുണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ പറക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള പ്രാവ് 2 കുഞ്ഞാനെ കാണുന്നില്ല. 2 കുഞ്ഞാനെ പിന്നെ ഡ്രൈവർ പ്രാവിനെ വെട്ടിയിട്ട പ്രാവുകളെ
അത് പിന്നെ അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക വെട്ടിയിട്ട പ്രാവ്. 2 കുഞ്ഞന്മാർ പോയി. അതിനിപ്പോൾ അതിനെ വേണ്ടി കാത്തിക്കണം. അപ്പോൾ ഗൈസ് നേരത്തെ അടിച്ച് പറഞ്ഞ ഒരു കുഞ്ഞനില്ലാന്നോ, അപ്പോൾ അതിനെയും കാണുന്നില്ല. 3 പേരും സെറ്റ് അടിച്ച് പറക്കായിരുന്നു. അപ്പോൾ ഇപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രാവുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെതറിയാണ് പറക്കുന്നത്. അപ്പോൾ അതാണ് പേടി. ചെതറി പറക്കുമ്പോൾ കുഞ്ഞന്മാർ മാറിപ്പോവും. അപ്പോൾ എന്തായാലും കുഞ്ഞന് മാറിപ്പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാ പ്രാവുകളും വന്നാൽ മതി. അപ്പോൾ ഇനിയിപ്പോൾ ഇത് വല്ലാത്ത അവസ്ഥയായിപ്പോയി. എന്താ വെച്ചാൽ നമ്മളെ പ്രതീക്ഷിക്കാതെയാണല്ലോ എല്ലാം പറഞ്ഞത്. അപ്പോൾ ഒന്നാമത് ഡ്രൈവർ പ്രാവ് അല്ല വെട്ടുപ്രാവ് ഇല്ല. ഇവിടെ ഒരു പ്രാവില്ല. അതാ ഒരു സുഖമില്ലാത്ത കുഞ്ഞ് ഇതാ അടിയിലുണ്ട്. വായിക്കോട് സ്റ്റാൻഡൊക്കെ കാലിയാണ്, എല്ലാം പോയി. ഇതൊരു സുഖമില്ലാത്തൊരു കുഞ്ഞാണ്. അതിനെ പിന്നെ മൈൻഡ് ചെയ്യലില്ല. അവിടെ തന്നാൻ കൊടുത്ത് അവിടെ വെക്കലാണ്. അപ്പോൾ എന്തായാലും കുറച്ച് വിഷമമായി, കുറച്ചല്ല അത്യാവശ്യം വിഷമായി ഉണ്ട്. എന്താ വെച്ചാൽ നമ്മൾ കുഞ്ഞന്മാരാണ് അധികം ഉള്ളത്. അത് പോയി എന്ന് വെച്ചാൽ വലിയ നഷ്ടമാണ്. എന്തായാലും ഇതാ ഇപ്പോൾ നല്ലോണം ഹൈറ്റ് കയറി പോകുന്നുണ്ട്. ഈ രാത്രിയാകുമ്പോൾ അത്യാവശ്യം നല്ലോണം രാത്രിയായി വന്നിട്ടുണ്ട്. അപ്പോഴേക്കാണ് നമ്മളെ ഫസ്റ്റ് വിട്ടൊരു പ്രാവുകളല്ലേ കുഞ്ഞനാണു. അപ്പോൾ അതാ ഹൈറ്റ് കയറി പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ 2 പ്രാവുകൾ അത് ഇറങ്ങി വന്നേക്കാം. അപ്പോൾ അതിൻ്റെ അപ്പുറത്തുള്ള സുഖമില്ലാത്ത കുട്ടിയാണ്, അതിനെ നോക്കണ്ട. 2 പെണ്ണുങ്ങളാണ്. അപ്പോൾ ഈറ്റക്ക് അത്യാവശ്യം ചിറക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ലാതെ അങ്ങനെ തെങ്ങുമലേക്ക് പറക്കാനുള്ള ഇതൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എന്തായാലും അവിടെ നിന്നാണ് ഇറങ്ങി വന്നത്. ഇനിയിപ്പോൾ ഒരു പ്രാവ് അതാ അവിടെ ഉണ്ട്, 2 അതാ മുകളിൽ പറക്കുന്നത്, 2 കുഞ്ഞുങ്ങളതാ കാണുന്നില്ല. ഒക്കെ ഫുള്ള് ഇതായി കിടക്കുകയാണ്. എന്തായാലും ഇനിയിപ്പോൾ ഓരോന്നും ഇങ്ങനെ വരുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഏതോ ഒരു പ്രാവ് അതാ നമ്മളെ അപ്പുറത്തെ തെങ്ങുമ്പൽ വന്ന് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഏതാണെന്ന് അറിയൂല, ഏതോ ഒന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെ ആദ്യം വിട്ട പ്രാവുകളില്ലേ അത് അത്യാവശ്യം താഴ്ന്നു വന്നിട്ടുണ്ട്. അത് ഇറങ്ങാനുള്ള ഇതിലാണ് നിൽക്കുന്നത്. അത്യാവശ്യം നല്ല ഇരുട്ടായിട്ടുണ്ട്. ക്യാമറയെ കുറച്ച് വെളിച്ചം കാണും, അത് നോക്കണ്ട. അപ്പോൾ നല്ലോണം ടൈം കയറുന്നുണ്ട് കുഞ്ഞനെ. അത്യാവശ്യം നമ്മളെത്ര ഒരു 5 4:30 എത്തോ വിട്ടാണ്. ഇപ്പോൾ ഏകദേശം ഒരു 6:30 6:45 ഏകദേശം നല്ല ടൈം കിട്ടിയിട്ടുണ്ട് ഫസ്റ്റത്തെ ചുറ്റിപ്പിൽ തന്നെ. അപ്പോൾ അത് നല്ലോണം ടൈം കയറുന്ന കുഞ്ഞനാണ്. അപ്പോൾ എന്തായാലും അതിനെ പെട്ടെന്ന് ഇറക്കാൻ നോക്കണം. എന്തായാലും കളത്തിൽ തന്നെ ഉണ്ട്, ഇറങ്ങി വരുന്നുണ്ട്. അത്യാവശ്യം നല്ല താഴ്ന്നു നിന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ തന്നെ ലോങ് ആയിട്ടുണ്ട്, 13 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കാണിച്ചു പോവാണ് എല്ലാവരെയും. അപ്പോൾ ഗൈസ് നമ്മൾ ആദ്യം വിട്ട ചുറ്റിക്കാനുള്ള ഒരു കുഞ്ഞല്ലേ, അപ്പോൾ അതാ ഇറങ്ങിയിട്ടുണ്ട്. അത് ഓലമലായിപ്പോയി ഇരുന്നത്. അത് ഇവിടെ എന്താ അറിയില്ല, പേടിച്ചിട്ടാന്ന് തോന്നിട്ട് ഇരുടായിണ്ടല്ലോ, അതുകൊണ്ടാണ്. എന്തായാലും നമ്മുടെ ഡ്രൈവർ ഇതാ ഇറങ്ങി വന്നേക്ക്. അപ്പോൾ 2 പ്രാവുകൾ ഇറങ്ങി വന്ന്, ഇനി 2 കുഞ്ഞന്മാർ ഇറങ്ങി വരാനുണ്ട്. അതേപോലെ ചിറക് വെട്ടിയിട്ട ഒരു ആണുണ്ട്, അതും ഇറങ്ങി വരാനുണ്ട്. അപ്പോൾ എന്തായാലും അവർ വരുമ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളെ നേരത്തെ വന്ന 2 പെൺപ്രാവേ ഉള്ളൂ വായിക്കൂട്ടിൻ്റെ മുകളിൽ. അപ്പോൾ ഗൈസ് നമ്മൾ വായിക്കൂട്ടിൽ കുറച്ച് തീറ്റ വെച്ച് കൊടുക്കുകയാണ്, ഓലമേലിരുന്ന കുഞ്ഞനെ ഒന്ന് ഇറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും വായിക്കൂട്ടിൻ്റെ മേലെ 2 പ്രാവുകളുണ്ടല്ലോ, അവരെന്തായാലും ഈ തീറ്റ തന്നോട്ടെ. അപ്പോൾ എന്തായാലും ഇവർ തിന്നുന്ന കണ്ടാൽ കുഞ്ഞൻ്റെ ഇറങ്ങി വരികയായിരിക്കും. അതേപോലെ നമ്മൾ ചിറക് വെട്ടിയിട്ട് ഒരു പ്രാവുണ്ട് ഓലമേൽ, അതുമൊക്കെ ഇറങ്ങി വരികയായിരിക്കും. ഇരുടായിണ്ടല്ലോ, അത്യാവശ്യം ഫുഡിനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടാൽ ഇറങ്ങി വരികയായിരിക്കും. അപ്പോൾ ഗൈസ് നമ്മൾ ഏതൊരു പ്രാവ് അതാ വീണ്ടും ഓലമേൽ വന്നിരുന്നുണ്ട്. ഒന്നും മനസ്സിലാകുന്നില്ല ഏതാണ് വന്നിരിക്കുന്നതെന്ന്, കുഞ്ഞനാണോ അല്ലെങ്കിൽ ആൺപ്രാവാണോ എന്ന്. ഇരുടായതുകൊണ്ട് എല്ലാം സബ്ജയിലാണല്ലോ, അതുകൊണ്ട് മനസ്സിലാകുന്നില്ല. എന്തായാലും താഴെ ഇറങ്ങി വന്നാൽ പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ് നമ്മൾ ഡബിൾ കണ്ണി പ്രാവ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇറങ്ങി തന്നിട്ടുണ്ട് ആ വായിക്കോട്ടിൻ്റെ മുകളിൽ. അതിനിപ്പോൾ ആണിങ്ങനെ കുറുകിയിട്ട് ഇങ്ങനെ പറപ്പിക്കാതെ തന്നാൽ മതി. എന്തായാലും നമ്മളെ സ്ഥലത്ത് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി ഒരു പ്രാവ് അതാ ആ തെങ്ങുമലും, ഒരു പ്രാവ് ഇപ്പുറത്തെ തെങ്ങുമലും ഉണ്ട്. എന്തായാലും ഇനി ഓലൊക്കെ ഇറങ്ങി വരുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മൾ ഓലമേൽ ഇരുന്ന കുഞ്ഞന് സ്റ്റാൻഡിലേക്ക് വന്നിട്ടുണ്ട്. ഇനി അതിനെ പെട്ടെന്ന് നമ്മൾ കൂട്ടിലേക്ക് ആക്കണം. ഇനിയിപ്പോൾ 2 പ്രാവുകൾ വരാനുണ്ട്, ബാക്കിയുള്ള എല്ലാം വന്നിട്ടുണ്ട്. ഒരു കുഞ്ഞനും പിന്നെ ചിറക് വെട്ടിയ ഒരു ആണും. ഇനി അവരെ കാത്തിക്കുകയാണ്.
അപ്പോൾ ഗൈസ് നമ്മൾ എത്ര നേരമായി കാത്തിക്കുന്നത്. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ എല്ലാ പ്രാവുകളും വന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഇരുടായിട്ടുണ്ട്. കുറേ നേരമായി നമ്മൾ കാത്തിക്കുന്നത്. അപ്പോൾ ഫൈനലി നമ്മളെ എല്ലാ പ്രാവുകളും നമ്മളെ ലോഫ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇതാ വേറൊരു പ്രാവ് വന്നിട്ടുണ്ട്. ഇത് വന്നിട്ടുണ്ടായിരുന്നു, വീണ്ടും ഇങ്ങനെ അടിച്ച് പറന്ന് കളിക്കുകയാണ്. എന്തായാലും എല്ലാം എത്തിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ നിർത്തുകയാണ്. ഇനി നല്ലൊരു വീഡിയോ കാണുന്നവരെ ബൈ.